ങ്ങളും പല ചരിത്രങ്ങളും വരെ മനസ്സിലാക്കുന്നത് കേട്ടതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. കേൾക്കുന്ന വിഷയങ്ങളുടെ സത്യാവസ്ഥയെയോ അതിന്റെ വിശദീകരണത്തെയോ അതിന്റെ ചരിത്ര സത്യങ്ങളെയോ പഠിക്കാൻ പോലും നമ്മൾ ആരും തയ്യാറാകുന്നു പോലുമില്ല. വേറെ ചിലരാവട്ടെ നേതാക്കന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ ഉസ്താദുമാരെന്നോ സാദാത്യങ്ങളെന്നൊക്കെ വിളിക്കുന്നവർ എന്ത് പറഞ്ഞാലും ഹക്കായിരിക്കും, അതിൽ ഇനി സംശയമേ വേണ്ട, ഇനി പഠനമേ വേണ്ട എന്ന് പോലും ചിന്തിക്കുന്ന അന്ധമായ തഖ്ലീദിന്റെ വക്താക്കളും നാട്ടിലുണ്ടാകും. സത്യത്തിൽ മഹാരഥന്മാരുടെ ചരിത്രകൂട്ടത്തിൽ അറിയപ്പെട്ട് പഠിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വ പ്രഭാവമാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ചരിത്രം വായിക്കുന്നിടത്ത് കാണാം അദ്ദേഹത്തിന്റെ പേര് അബു മുഹമ്മദ് അബ്ദുൽ ഖാദിർ ഇബ്ൻ അബി സ്വാലിഹ് എന്നാണ്. പിന്നെ അദ്ദേഹത്തെ നാട്ടുകാർക്കിടയിൽ അറിയപ്പെട്ടത് ഷെയ്ഖ് ജീലാനി എന്നാണ്. അത് ഇറാനിലെ തൊബരിസ്ഥാനിനടുത്തുള്ള ജീലാൻ എന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് ജീലാനി എന്ന പേരിലേക്ക് ചേർത്ത് പറയാറുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ചരിത്രത്തിൽ. അത് കാരണം ഇസ്ലാമിന്റെ ദീനിന് ജീവൻ വെച്ചു കൊടുത്ത, ഇസ്ലാമിന്റെ ദീനിനെ ഒരുപാട് ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ താല്പര്യം കാണിച്ചത് കൊണ്ട് മുഹിയുദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയവൻ എന്ന പേരും ചരിത്രത്തിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എന്നർത്ഥം. ഹിജ്റ 470 ഇറാനിലെ തൊബറിസ്ഥാനിനടുത്തുള്ള ജീലാനിൽ അദ്ദേഹം ജീവിക്കുന്നു, ജനിച്ചു വളർന്നു വലുതാകുന്നു. കുഞ്ഞുനാളിൽ പ്രിയപ്പെട്ട പിതാവിനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട യതീമായി അനാഥനായി പിന്നീട് ജീവിക്കുകയാണ്. പക്ഷേ മാതാവ് ഉമ്മുൽ ഖൈർ ഫാത്തിമ റഹിമഹുല്ല എന്ന് വിളിക്കുന്ന ഫാത്തിമ ബീവി അവരെ കൃത്യമായി കൊണ്ട് നല്ല രൂപത്തിൽ പരിചരിക്കുകയാണ്. ഒരു മകൻ നേടിയ, ഒരു മകൻ കിട്ടിയ ആ ഒരു സ്വാലിഹാക്കി മാറ്റുക എന്ന താല്പര്യം ഏറ്റെടുക്കുകയാണ്. പിതാവ് നഷ്ടപ്പെട്ടതിന്റെ വേദനയുണ്ടെങ്കിലും മനസ്സിൽ ഒരു വല്ലാത്ത ലക്ഷ്യം കടന്നു വന്നപ്പോൾ ആ മകന് നല്ല തർബിയത്ത് കൊടുക്കുന്നു, നല്ല സ്വഭാവത്തോടെ വളർത്താൻ ശ്രമിക്കുന്നു. 18 വയസ്സുവരെ തന്റെ നാട്ടിലെ പാഠശാലകളിലും വിദ്യാലയങ്ങളിലും പണ്ഡിതന്മാരുടെ അടുത്തുമൊക്കെ ചെന്ന് ദീന് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് അവിടുത്തെ ഒരു സാഹചര്യം വലിയ പ്രയാസമായതുകൊണ്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയേ പറ്റുമായിരുന്നു. ആ മാറ്റം ആവശ്യമായിരുന്നു. അങ്ങനെ 18 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ബഗ്ദാദിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ട് ബഗ്ദാദിലേക്ക് അന്ന് അദ്ദേഹം ദീന് തേടി പോകാനുള്ള കാരണം, അന്ന് ബഗ്ദാദിൽ നല്ല ഒരു ഖിലാഫത്തുള്ള കാലഘട്ടമാണ്. ഇൽമിന്റെ വിദ്യാഭ്യാസത്തിന്റെ മർക്കസായിരുന്നു അന്ന് ബഗ്ദാദ്. അതേ സമയത്ത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും ഒരുപാട് ദുരാചാരങ്ങളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമായിരുന്നു ബഗ്ദാദ്. ചരിത്രം നിങ്ങൾക്ക് ആർക്കും പഠിച്ചാൽ കാണാൻ സാധിക്കും. നല്ല ഭരണാധികാരികളെ കൊണ്ട് സമ്പന്നമായിരുന്ന അന്ന് ചില അധികാരികളുടെ വടംവലി കാരണം കൊണ്ട് നശിച്ച അവസ്ഥയിലേക്ക് ബഗ്ദാദ് കൂപ്പുകുത്തുന്ന രംഗം പിന്നീട് കാണാൻ സാധിക്കും. മതപണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അക്കാലഘട്ടത്തിലെ ചിലരൊക്കെ ദുനിയാവിന്റെ പിറകിൽ ഓടി നടന്നപ്പോ മതം പറയേണ്ടവർ പോലും മൗനികളായി അന്ന് ജീവിക്കുന്ന ഘട്ടം കടന്നു വന്നു. വായിച്ചു നോക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ നാട്ടിലെ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരികളിൽ പലരും സുഖലോലുപത മാത്രം താല്പര്യമാക്കിയ ഒരു ഘട്ടമായിരുന്നു. ആ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നറിയപ്പെടുന്ന ഈ മഹാപണ്ഡിതന്റെ പഠനവും അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ എന്റെ സമൂഹത്തിനിടയിൽ ഞാൻ ഇറങ്ങി സംസാരിക്കണം എന്ന തോന്നലും ദഅവത്തിന്റെ രംഗത്തേക്ക്, പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. 30-ലധികം വർഷം തന്റെ നീണ്ട അധ്വാനങ്ങൾ പിന്നീട് ദീന് പഠിച്ചത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ദഅവത്തിന് വേണ്ടി ദുരാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദീനിനെ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള ശബ്ദമായി മാറി. അമുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് തൗഹീദ് സംസാരിച്ചു. ഒരുപാട് മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടാൻ കാരണമായി ആ സംസാരങ്ങൾ. അതാണ് മുഹിയുദ്ദീനായി മാറുന്നത്. ആ നിലക്ക് ഭരണാധികാരികൾക്ക് എതിരായി കൊണ്ടുപോലും പലപ്പോഴും നേരിട്ട് സംസാരിച്ച രംഗങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തെ മതത്തിന് വേണ്ടി കൊടുത്ത് മതത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷവും തനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ഇടയിൽ ലഭിക്കാൻ 3 സുപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. അതിൽ 1 അൽ ഫത്ഹുർ റബ്ബാനി എന്നാണ് കിതാബിന്റെ പേര്, 2 ഫുതൂഹുൽ ഗൈബ് എന്നാണ്, 3 അൽ ഗുനിയ എന്നാണ്. ആ 3 ഗ്രന്ഥങ്ങൾ എടുത്തു വായിച്ച, ഞാൻ അതിൽ ഉദാഹരണങ്ങൾ വായിക്കാം. ആ ഗ്രന്ഥങ്ങൾ എടുത്തു വായിച്ചാൽ ആ മനുഷ്യൻ, ആ മഹാപണ്ഡിതൻ ലോകത്തോട് പറഞ്ഞത് എന്തായിരുന്നു? ഇന്ന് സമൂഹത്തിൽ, നാട്ടിൽ, നമുക്കിടയിൽ ഈ മഹാനായ പണ്ഡിതനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഹിജ്റ 561 റബീഉൽ അവ്വൽ മാസം, റബീഉൽ ആഖിർ മാസത്തിൽ 11-ാമത്തെ തീയതിയിൽ 91-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ ഒരു ദിവസം പോലും അദ്ദേഹത്തിനെ നിന്ദിക്കുന്ന സ്വരത്തിൽ അത്തരത്തിലുള്ള ആദർശങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന, അതിന്റെ പേരിൽ ആണ്ടും അറിവുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഷെയ്ഖ്, ഈ മഹാപണ്ഡിതൻ ലോകത്തോട് ഇതൊക്കെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബ് ഫത്ഹുർ റബ്ബാനിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മുസ്ലിമേ, നീ ഇടക്കിടക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മുസ്ലിമാകൂല. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്
നിനക്കെങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ കൽബിൽ വേറെ എത്രയോ ഇലാഹുമാരുണ്ട്. അല്ലാഹ് മാത്രമല്ല നിന്റെ മനസ്സിൽ ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് ശൈഖന്മാരുണ്ട്, ഒരുപാട് പുണ്യാത്മാക്കൾ നിന്റെ കൽബിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. അല്ലാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ച്, പുണ്യം പ്രതീക്ഷിച്ച്, ശിഫ പ്രതീക്ഷിച്ച്, സന്താനഭാഗ്യം പ്രതീക്ഷിച്ച്, ബറക്കത്ത് പ്രതീക്ഷിച്ച് നീ എവിടെ ചെന്നാലും ഫഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. എന്നിട്ട് പറഞ്ഞു ലാ യൻഫഉക തൗഹീദൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, കൽബിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദ് പറഞ്ഞിട്ട് എന്ത് കാര്യമാ മുസ്ലിമേ? ലാ യൻഫഉക ത്വഹാറത്തുൽ ഖൽബി മഅ നജാസത്തിൽ ഖൽബി, കൽബിനകത്ത് നജസ് വെച്ചിട്ട് കൽബിനെ എങ്ങനെ ശുദ്ധീകരിക്കാനാ മുഅ്മിനേ? എന്താ പറഞ്ഞത്? നീ അള്ളാഹുവിൽ അഭയം പ്രാപിക്കണം. നീ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന യാതൊന്നിലേക്കും തേടിപ്പോകരുത്. നിന്റെ എല്ലാ പ്രതീക്ഷയും പ്രത്യാശയും പടച്ച റബ്ബിലാകണം, മരണപ്പെട്ടവരോടല്ല, മഹാന്മാരോടല്ല, മഖ്ബറകളോടല്ല. അങ്ങനെ നിനക്കൊരു സ്വഭാവമുണ്ടെങ്കിൽ ഫഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹ പ്രതിഷ്ഠ തന്നെയാണ്. എന്റെ വാക്കുകളല്ലല്ലോ. മറ്റൊരു കിതാബ് ഫുതുഹുൽ ഗൈബിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു, വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് മാത്രമല്ല ശിർക്ക്. വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാമ, വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല ശിർക്ക്. വഅൻ തഖ്താറ മഅ റബ്ബിക ശൈഇൻ സിവാഹു ഫീ ഹാലത്തിൽ ബലിയ, നിന്റെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹുവല്ലാത്ത വല്ലൊരു സ്ഥലത്തും നീ അഭയം പ്രാപിക്കുന്നുണ്ടോ? അതും ശിർക്കാണ് കേട്ടോ. നീ ഇങ്ങനെ വിഗ്രഹങ്ങളെടുത്ത് പോയിട്ട് തന്നെ പറയണമെന്നൊന്നുമില്ല. നിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം, നിനക്ക് ആകെ വിഷമം പിടിച്ച ഒരു ഘട്ടത്തിൽ നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നീ ചെന്ന് വീഴുന്നുണ്ടെങ്കിൽ അതും അക്കൂട്ടത്തിലേക്ക് തന്നെ വെക്കപ്പെടും, ശിർക്കിന്റെ ഇനങ്ങളിലേക്ക് കയറിപ്പോകും. എന്നിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഈ ഒരു മഹത്തായ പണ്ഡിതന്റെ സ്ഥാനം രേഖപ്പെടുത്തുന്നതിന് പറ്റുന്ന രൂപത്തിൽ അന്നത്തെ കാലത്ത് ഫതുഹുർ റബ്ബാനിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, നീ ഖുർആൻ പഠിക്കുക. ഖുർആൻ നമ്മളോട് പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ നിങ്ങൾ ഒരാളെയും വിളിച്ച് അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ശൈഖ് പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ കൽബിനെ നീ എപ്പോഴും ഒരു മസ്ജിദാക്കി മാറ്റണം. പള്ളികളിൽ അല്ലാഹുവല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. നിന്റെ കൽബും അങ്ങനെയാകണം, എപ്പോഴും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന കൽബായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ, ഇത് എഴുതി വെച്ച, ഇത് ലോകത്തിന് പ്രിന്റ് ചെയ്ത് കൊടുത്ത ആ മഹാപണ്ഡിതന്റെ മരണങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ മഹാനുഭാവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് പള്ളികളിൽ തന്നെ കൊണ്ടുപോയി ചടങ്ങ് നടത്താൻ തുടങ്ങി. ഖുതുബിയ്യത്ത് വായിച്ചു നോക്ക് നിങ്ങൾ. ആ ഗ്രന്ഥത്തിനകത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. മുഹിയുദ്ദീൻ മാല തമിഴിലും മലയാളത്തിലും മിക്സ് ആക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ആ വാചകങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ച ആദർശത്തിന്റെ നേർവൈപരീതം സംഭവിച്ചു പോയി. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. മാലകൾ എന്ന പേരിൽ മുഹിയുദ്ദീൻ മാല എഴുതിയുണ്ടാക്കിയപ്പോ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത്, എവിടുന്ന് എപ്പോ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഏത് സ്ഥലത്താണെങ്കിലും വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. റബീഉൽ അവ്വൽ മാസം മൊത്തം നബിന്റെ മദ്ഹാണെന്നും പറഞ്ഞു കുറെ വ്യാജ മസാലകൾ പാടി നടന്നു. റബീഉൽ ആഖിർ വന്നപ്പോ അതേ പള്ളിയിൽ നിന്ന് മൈക്കിന്റെ ട്യൂണ് മാറി, ബിൽ ഹംദി സമദാനി ബിൽ കുത്തുബി ഹംദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാലയും കുത്തുബിയത്തും പള്ളികൾക്കുള്ളിൽ വെച്ച് പാടാൻ തുടങ്ങി. ഈ ഖേദകരമായ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നാട്ടിൽ ആരാളുള്ളത്? ആരെങ്കിലും ഒരാൾ ഇത് സംസാരിച്ചാൽ ആ വ്യക്തിയെ നാട്ടുകാർ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുന്നത് വായിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ വരെ ഇത് പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ അതിനെ എതിർക്കാനുണ്ടായത്. ഖാദിരിയ ത്വരീഖത്താണ് ഇതിന് അടിസ്ഥാനം കുറിച്ചത്. ഈ ആശയം കൊണ്ടുവന്നത് ഖാദിരിയ ത്വരീഖത്തുകാരാണ്. ഖാദി മുഹമ്മദി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് എഴുതിയുണ്ടാക്കി. വെറും 400 കൊല്ലം പഴക്കമുള്ള മുഹിയുദ്ദീൻ മാലയാണ് ഇത്തരത്തിൽ ഏറ്റവും സുപരിചിതമായി. 400 കൊല്ലം പഴക്കമുള്ളൂ. എന്നിട്ട് അതാണ് ഇസ്ലാം എന്നും 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ഇസ്ലാം വേണ്ടാന്നും പറയുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിൽ നമ്മൾ എന്തൊരു പുത്തൻവാദിയാണെന്ന് പറയാൻ വേറെ തെളിവ് ആവശ്യമുണ്ടോ? എന്നിട്ട് മാത്രമല്ല, മുഹിയുദ്ദീൻ മാല ചൊല്ലിയാൽ ഖുർആനിനേക്കാൾ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ചു. എന്താ അങ്ങനെ പറയാൻ?
അവർ പറയുന്നുണ്ട്, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹ്യിദ്ദീൻ മാല ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മാളിക ലഭിക്കും. ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഒരു തവണ തെറ്റുകൂടാതെ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ മാളിക തരുന്നു. പ്രതിഫലങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെറ്റുകൂടാതെ മുഹ്യിദ്ദീൻ മാല ഓതിക്കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ മാളിക കിട്ടുന്ന ഈ നാട്ടുകാരോട് പഠിപ്പിച്ചു കൊടുത്തു. എത്ര പണം മുടക്കിയാലും, ആടിനറുത്താലും പോത്തിനറുത്താലും ഇത് മുടക്കാൻ അവർ സന്നദ്ധരല്ല. എന്തേ? ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണെന്ന് ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്തു. ഇതിനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും. ജനങ്ങളുടെ സമ്പത്ത് തിന്ന് നശിപ്പിക്കുന്നവരാണ് അന്യായമായിട്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നവരാണ്. നല്ലത് പറഞ്ഞു കൊടുത്താൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കണമെങ്കിൽ, നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ, നല്ല പണം കിട്ടണമെങ്കിൽ ദീനിലില്ലാത്തത് പറഞ്ഞ് അവരെ തെറ്റിച്ചെങ്കിലേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ജനങ്ങളോട് ദീനിലില്ലാത്തതിന് പോരിശകൾ എണ്ണം കൂട്ടി 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 പറഞ്ഞ് ജനങ്ങളെ അതിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. പിൽക്കാലത്ത് ഒന്നുകൂടെ കഴിഞ്ഞപ്പോ അടുത്ത ത്വരീഖത്ത് രംഗത്ത് വന്നു. റിഫായി ത്വരീഖത്ത്, കുത്താറാത്തീബിന്റെ ത്വരീഖത്ത്. ഈ ത്വരീഖത്തുകാർ വന്നപ്പോ പറഞ്ഞു, മുഹ്യിദ്ദീൻ മാല ഫുള്ള് പ്രശ്നമാണ്. അത് പറഞ്ഞൊന്നും വലിയ കാര്യമില്ല, അതിനേക്കാൾ കറാമത്തുണ്ട് റിഫായി ശൈഖിന് എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ മാലക്ക് ഗണ്ണനമെഴുതുകയാണ് റിഫായി മാലക്കാരൻ. മുഹ്യിദ്ദീൻ ശൈഖിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് അവർ പറയുന്നു, അതിന്റെയൊക്കെ നേർക്ക് ഓപ്പോസിറ്റ് പറയലായി റിഫായി മാലക്കാരൻ. എന്തൊരു അത്ഭുതം! ഇത് പാടി പാടി പറഞ്ഞ് നടന്നിട്ട് എന്താണ് ഈ നാട്ടിൽ കിട്ടുന്നത്? മുഹ്യിദ്ദീൻ മാലക്കാരൻ പറഞ്ഞു, കനിയില്ലാ കാലത്തെ കനിയെ കൊടുത്തോവർ, കാഞ്ഞാമരത്തിലും കായാ നിറച്ചോവർ. ഒരു രക്ഷയില്ല. വാക്കിന്റെ അർത്ഥം, ഒരു കായ്കനികളും മുളക്കാത്ത ഉണ്ടാവാത്ത കാലത്ത് മുഹ്യിദ്ദീൻ ശൈഖ് മുഴുവൻ കായമരങ്ങളിലും കായകൾ നിറച്ചു കൊടുത്ത മഹാനാണ്. അത്രക്ക് കറാമത്തുണ്ട്. അതിന് മറുപടി റിഫായി ശൈഖിനെ പറ്റി പറയാണ്, കനിയും അത് നട്ട് തീയും വളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്മേൻ കൊടുത്തോവർ. ഒരു കാലത്ത് റിഫായി ശൈഖ് നട്ട് നല്ല വലിയ വളം ഉണ്ടാക്കി കൊടുത്ത് നല്ല കായ്കനികൾ മുളച്ചപ്പോ തീയിട്ടിട്ട് അങ്ങോട്ട് നശിപ്പിച്ചിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഉടനെ തന്നെ മരം വലുതായി അതിലെ പഴങ്ങൾ എല്ലാവർക്കും തിന്നാൻ കൊടുത്തു. അവിടെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് തിന്നാൻ കൊടുക്കുന്നത്. ഇവിടെ കത്തിച്ച് നശിപ്പിച്ചതിന്റെ സെക്കൻഡുകൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത മരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതെന്തിനാ പറയണത്? റിഫായി ശൈഖിനാണ് പോരിശ കൂടുതൽ എന്ന് പറയാൻ വേണ്ടി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ധാരാളം, ഞാനത് വിശദീകരിക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും എത്ര വലിയ അബദ്ധങ്ങളായിരുന്നു എന്ന് പഠിക്കാനെങ്കിലും ഈ സംഭവങ്ങൾ നമുക്കൊരു തെളിവാകട്ടെ എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട സംഭവങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിന് കഴിയുന്ന പഠിപ്പിച്ചു കൊടുത്തത്. എന്തേ അള്ളാഹ്ക്ക് കഴിയുന്നത്? ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, അള്ളാഹു മനുഷ്യരുടെ കൽബിനകത്തുള്ള രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ്. സംശയമല്ല, അള്ളാഹ് പറഞ്ഞതാണ്. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റിയും പറയുന്നു, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽബിനകത്ത്, നിങ്ങളുടെ കൽബിനകത്തുള്ളത് മുഴുവൻ കണ്ട പോലെ പറയാൻ മുഹ്യിദ്ദീൻ ശൈഖിന് കഴിയും. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത പോരിശ, ഉമർ തങ്ങൾക്കില്ലാത്ത പോരിശ എങ്ങനെയാണ് അതിനൊക്കെ കാലങ്ങൾക്ക് ശേഷം വന്നൊരു വ്യക്തിക്ക് വളം വെച്ചു കൊടുക്കുന്നത്? എന്തിനാണ്? വേറൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ സവിശേഷത, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ഒരു കാര്യം കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. മുഹ്യിദ്ദീൻ മാലക്കാരൻ പറയുന്നു, കുന്നെന്ന് ചൊല്ലിയാൽ ആകും അതെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖ് ഒരു വസ്തുവിനോട് കുന്നെന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാകും. അള്ളാഹുവിന്റെ കഴിവുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏത് നിലത്തുനിന്നും വിളിച്ചാൽ അള്ളാഹു എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. മുഹ്യിദ്ദീൻ മാലയിൽ പറയാണ്, ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ്പൂടാ ഉത്തരം നൽകും ഞാൻ എന്നവർ. മുഹ്യിദ്ദീൻ ശൈഖ് ഉത്തരവാദിയല്ല. ഷെയ്ഖ് മരിക്കോളം എഴുതിയ ഒരു പുസ്തകത്തിലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കേവലം 400 കൊല്ലം മുമ്പാണ് ആ മഹാനെ കുറിച്ച് കളവുകൾ എഴുതി പ്രചരിപ്പിച്ച് പള്ളികളിൽ പാടി പണമുണ്ടാക്കി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്ന പണ്ഡിതന്മാർ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത തോന്നിവാസങ്ങളുടെ ക്രൂരതകളുടെ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്.
പഠിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കുത്തുബിയത്ത് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അത് ചൊല്ലണമെങ്കിൽ നിബന്ധന വെച്ചു. നോക്കൂ നിങ്ങൾ, ദീനിന്റെ വളച്ചൊടിക്കുന്ന രംഗം. കുത്തുബിയത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് ഒളു ഉണ്ടാക്കണം, 12 റക്അത്ത് നിസ്കരിക്കണം, വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം. ഖുർആൻ ഓതാണ്ടോ നിബന്ധന? ഇത്ര നിബന്ധന ഖുർആനുണ്ടോ? 12 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം പോയി തൊടാൻ പാടുള്ളൂ. എന്നിട്ട് കുത്തുബിയത്ത് എടുത്തിട്ട് 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം എന്നാണ് പഠിപ്പിക്കുന്ന കുത്തുബിയത്ത്. ഇതിനല്ലേ നമ്മൾ മാസം മാസം പൈസ കൊടുക്കുന്നത്? പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിക്കാണ്, പള്ളിയിൽ നിന്ന് ഇങ്ങനെ പണം ചോദിക്കണ്ടേ, ഞങ്ങൾ കൊടുക്കണം. ഇതിനെങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ പൈസ കൊടുക്കുക? എന്താന്നിട്ട് പാടിക്കൊടുക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി. ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ സഹായിയെ, ഞങ്ങളുടെ രക്ഷകനെ, ശത്രുക്കൾക്ക് മേൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഇതാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പറയുന്നത്. ആ ബഗ്ദാദിൽ കിടക്കുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഫലസ്തീൻ. ഫലസ്തീനുകാരെപ്പോഴെങ്കിലും യാ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന രംഗങ്ങൾ ഒരു കുട്ടിന്റെ വീഡിയോ കാണിച്ചു തരുമോ? ഒരു കുട്ടി, അവർക്കതറിയില്ല, അവർക്ക് ആ അറിവ് ഇല്ല. എന്തേ? അവർ യഥാർത്ഥ ഇസ്ലാം കേട്ടവരാ കുഞ്ഞുനാൾ മുതൽ. അവരുടെ ചുണ്ടെന്ന് വിളക്കുന്നത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനകത്ത് അതെങ്കിലും ഒന്ന് ഓർത്തു വെച്ച് നോക്ക്. തൊട്ടടുത്ത പ്രദേശത്തുകാർ പോലും വിളിക്കുന്നില്ല. അവർ രണ്ടുപേരും ബഗ്ദാദുകാർ അറബികളാണ്, ഫലസ്തീനികൾ അറബികളാണ്. നമ്മുടെ മലയാളം ഒട്ടും കേട്ടും പരിചയമില്ലാത്ത മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. 1000 തവണ എന്റെ പേര് വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനാ പറഞ്ഞത്. ശേഷം എഴുതിയുണ്ടാക്കി, യാ ഗൗസൽ അഅ്ളമി അബ്ദൽ ഖാദിരി സുർഅ യാ സയ്യിദി ഹുദുർനി യാ മുഹ്യിദ്ദീനി. ഞങ്ങളുടെ സദസ്സിൽ വന്ന് ഹാദിറാകണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് അറബിയിൽ വിളിച്ചു പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ മഹാന്മാരെ പറ്റിയല്ലേ. മഹാന്മാരെ പറ്റി പറയുന്നതിനൊരു അതിർത്തിയുണ്ട്, അതിനപ്പുറത്തേക്ക് പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ പോലും ഇടയാളനാക്കിയിട്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കാനാ പറഞ്ഞത്. കലൻ അസ്റായിൽ, മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹ്യിദ്ദീൻ കാവലേകല്ലാ. അസ്റായിൽ വന്ന്, ഇതിൽ പറഞ്ഞ വാക്കാട്ടോ, അസ്റായിൽ എന്ന് വന്ന് മൗത്തിന് വന്ന് പിടിക്കുന്ന സമയത്ത് ഒന്ന് കാവല് സഹായിക്കണം, മുഹ്യിദ്ദീന്റെ കാവലുണ്ടാവണേ. സൂർവിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാ. സൂർ എന്ന കാഹളത്തിൽ വിളിച്ചിട്ട് ആകെ പരലോകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോ മുഹ്യിദ്ദീനിന്റെ കാവല് ഞങ്ങൾക്ക് തരണേ. വനുഫിഖ ഫിസ്സൂർ, ഖുർആൻ പറഞ്ഞത് എന്താ? കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാവരും അല്ലാഹുവിലേക്ക് ഉറ്റുനോക്കി കടന്നു വരും. ഖാലൂ, അന്ന് ഖബറിൽ കടന്നവർ എഴുന്നേറ്റ് ചോദിക്കും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമാണ്. ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത, ഒരാൾക്കും ഒരാളുടെയും രക്ഷകനായി വരാൻ പറ്റാത്ത ഒരു ലോകത്താണല്ലോ ഞങ്ങളുള്ളത് എന്നവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് ഇസ്ലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ എന്ന സ്ഥാനത്തിന് പേര് കിട്ടാൻ മാത്രമുള്ള പണിയെടുത്ത ആ ഷെയ്ഖിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഉപദേശത്തിൽ ഫത്ഹുർ റബ്ബാനിൽ പറയാണ്, ഇൻകാന വലാ ബുദ്ദലക മിനത്തൊലബി, നിനക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യം വേണ്ടി വരുമ്പോ ഫത്ലുബു മിൻഹു, നീ അല്ലാഹുവോട് ചോദിക്ക്. ലാ മിൻ ഖൽഖിഹി, നിന്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ലോകത്ത് ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. ഫഇന്ന അഗ്ളബൽ ഖൽഖി ഇലല്ലാഹി തആല മൻ യത്ലുബു ദുനിയാ മിൻ ഖൽഖിഹി ഇസ്തഗീസ ബിഹി ഇലൈഹി. സൃഷ്ടികളോട് പോയി രോഗം മാറാൻ, വിഷമം മാറാൻ, കുട്ടികളെ കിട്ടാൻ ചോദിക്കുന്ന സഹായം തേടുന്നവനോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത്. പറഞ്ഞ യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിച്ചതാ. സുഹൃത്തുക്കളെ, കണ്ണൂരുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും റോളുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾ വ്യാപകമാണ്. 2ാം മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാനാണ് പോലും പുറത്തിയിൽ മക്കാമിലുള്ളത്. ഈ മക്കാമുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന് അവിടേക്ക് ആളും പണവും ഉറൂസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാണുയരത്തിൽ ഒരു ഖബറും ഉയർത്താൻ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടില്ല. അവിടെ എടുപ്പുണ്ടാക്കി ഉയർത്താൻ പറഞ്ഞിട്ടില്ല. ഖബറുകൾ ഉത്സവപ്പറമ്പുകൾ ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു ചെയ്യാൻ? ഉറൂസുകളുടെ ഉദ്ഘാടകന്മാർ വരെ തങ്ങന്മാരും സാദാത്യങ്ങളുമായി പോയി.
തൊട്ടടുത്ത ഇരുവേരി മക്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കതിന്റെ ചരിത്രം അറിയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഖാദി ഹുസൈൻ മദനി എന്നറിയപ്പെടുന്ന ആ ഒരു മനുഷ്യന്റെ പേരിലേക്ക് ചേർത്താണ് അവിടെ ഒരു മക്കാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ധർമ്മടത്തേക്ക് കടന്നു വന്നപ്പോ ഹുസൈൻ മദനി ഒരു വെള്ളത്തിലിറങ്ങി കുളിച്ചു. ആ വെള്ളം ഒരു ക്ഷേത്രക്കുളമായിരുന്നു, അമ്പലക്കുളമായിരുന്നു. അവിടുത്തെ അമുസ്ലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വെള്ളം അശുദ്ധമാക്കി, ഞങ്ങൾക്കത് നിങ്ങൾ വൃത്തിയാക്കി തരണം. ഉടൻ അദ്ദേഹം ഒരു കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടതോടെ ആ വെള്ളം മുഴുവൻ മറ്റിപ്പോയത്രേ. എന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങിയിട്ട് ആ കല്ലങ്ങ് പുറത്തെടുത്തപ്പോഴത്തേക്ക് കുളമങ്ങ് നിറഞ്ഞൊഴുകിയത്രേ. എന്നിട്ട് അമ്പലക്കാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യണം, എനിക്ക് നാട്ടിലൊരു പള്ളി വേണം, അതിനുള്ള സൗകര്യം ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പള്ളി ഉണ്ടായത് എന്ന് ആ ചരിത്രത്തിൽ ഇവർ തന്നെയും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ മക്കാമിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തി, രോഗം മാറണോ, കുട്ടികളെ കിട്ടണോ, അവിടെ പറയുന്നുണ്ട്. അവിടുന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണ തേച്ചാൽ, അവിടുത്തെ വെളിച്ചെണ്ണ തേച്ചാൽ തലവേദന മാറുമെന്നാ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത അവസ്ഥകൾ. റാത്തീബുകൾ എന്ന പേരിൽ വീടുകളിലേക്ക് കയറി ചെല്ലുക, സലാം പറയലുമില്ല, അനുവാദം ചോദിക്കലില്ല, നേരെ കയറുക, മുട്ടുക, പാടുക, പൈസ മേടിക്കുക, പോകുക. ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന റാത്തീബിനെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ അജണ്ടയായി മാറിയത്? സത്യം തുറന്നു പറയുന്നതിൽ ഒരു പേടിയും കുസലില്ലാതെ ഞാൻ പറയാൻ, ഇത് തനിച്ച ഷിയായിസത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇത് കൊണ്ട് നടക്കുന്ന ആചാരങ്ങൾ ഏറ്റുപിടിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നമുക്ക് ആരോ തോന്നിപ്പിച്ചതാണ്. ഇത് ദീനിന് ഘടകവിരുദ്ധമായ പല അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നതാണ്. ശക്തമായ ഗൗരവമായ സ്വരത്തിൽ ദീന് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി സത്യത്തിന്റെ വക്താക്കളാവാൻ ജീവിക്കുക, സത്യത്തിന്റെ വക്താക്കളാവാൻ. നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും സുസമ്മതനായ, അള്ളാന്റെ വെറുപ്പ് മാത്രം നേടിയെടുക്കുന്ന ഒരാളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാനെ വെറുപ്പിക്കുന്ന അവസ്ഥ നമുക്ക് വരരുത്. സത്യദീനിന്റെ വക്താക്കൾ